എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് ഒരു എർത്ത് ഡിജിറ്റൽ ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അത് പ്രാക്ടിക്കലി ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഈ കാണിച്ചിട്ടുള്ളതാണ് എർത്ത് ഇലക്ട്രോഡ് അണ്ടർ ടെസ്റ്റ്, അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട എർത്ത് ഇലക്ട്രോഡ്, അതായത് ബിൽഡിങ്ങിൻ്റെ പവർ സപ്ലൈയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എർത്ത് ഇലക്ട്രോഡാണിത്. ഈ ഒരു എർത്ത് ഇലക്ട്രോഡിലോട്ട് നമ്മൾ എർത്ത് ടെസ്റ്ററിൻ്റെ ഇ എന്ന പോർട്ടിൽ നിന്ന് ഒരു ഗ്രീൻ കേബിൾ കണക്ട് ചെയ്യുന്നു. നമ്മുടെ എർത്ത് ടെസ്റ്ററിന് 3 പോർട്ടുകളാണുള്ളത്. ഇ, അതുപോലെ തന്നെ പി, അതുപോലെ തന്നെ സി, അങ്ങനെ 3 പോർട്ട്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഈ എർത്ത് ഇലക്ട്രോഡിൽ നിന്ന് 5 മുതൽ 10 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ ഒരു ഓക്സിലറി എർത്ത് സ്പൈക്ക് എർത്തിൽ ഫിക്സ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് പി എന്ന് വിളിക്കാം, അതായത് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡാണ്. ഇനി എർത്ത് ടെസ്റ്ററിൻ്റെ പി എന്ന പോർട്ടിൽ നിന്നും ഒരു യെല്ലോ കേബിൾ ഈ ഒരു ഓക്സിലറി എർത്ത് സ്പൈക്കിൽ കണക്ട് ചെയ്യുന്നു. വീണ്ടും ഈ ഒരു എർത്ത് സ്പൈക്കിൽ നിന്ന് 5 മുതൽ 10 മീറ്റർ ഡിസ്റ്റൻസിൽ മറ്റൊരു ഓക്സിലറി എർത്ത് സ്പൈക്ക് നമ്മൾ ഭൂമിയിൽ ഫിക്സ് ചെയ്യുന്നു. അതിനെ നമുക്ക് കറണ്ട് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. നമ്മൾ എർത്ത് ടെസ്റ്ററിൻ്റെ സി എന്ന പോർട്ടിൽ നിന്ന് ഒരു റെഡ് കേബിൾ എടുത്തിട്ട് ഈ ഒരു കറണ്ട് ഇലക്ട്രോഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കണക്ഷൻ തീർന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓം റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് എർത്ത് റെസിസ്റ്റൻസ് അത് ഇതിൽ കാണിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ പ്രൊസീജിയർ. ഇനി ഇതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യം കൂടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അതുകൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രാക്ടിക്കലി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ എർത്ത് ടെസ്റ്റർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്ററിൽ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ ഇലക്ട്രോഡിൻ്റെയും അതുപോലെ തന്നെ സി ഇലക്ട്രോഡിൻ്റെയും അക്രോസ് ആയിട്ട് ഒരു AC പവർ സപ്ലൈ റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇതൊരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഇൻവേർട്ടർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. സോ അതിനെ AC ആക്കുന്നതിന് വേണ്ടി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഇൻവേർട്ടർ സർക്യൂട്ട് ഉണ്ടാകും. സോ അത് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് AC പവർ സപ്ലൈ അപ്ലൈ ആവുന്നത്. സോ ഈ സി എന്ന് പറയുന്ന 2 ഇലക്ട്രോഡിന് അക്രോസ് ആയിട്ട് AC പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. ആ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോയെ നമുക്ക് I എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഈ ഇലക്ട്രോഡിനും പി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഇലക്ട്രോഡിനും അക്രോസ് ആയിട്ട് എത്രയാണോ വോൾട്ടേജ് അത് മെഷർ ചെയ്യുന്നു. സോ നമുക്ക് ഒരു വോൾട്ടേജും കിട്ടി, അതുപോലെ തന്നെ കറണ്ടും കിട്ടി. സോ ആസ് പെർ ഓംസ് ലോ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്. സോ നമുക്ക് വോൾട്ടേജ് അറിയാം, കറണ്ട് അറിയാം. സോ ആ ഒരു വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി നമുക്കത് പ്രാക്ടിക്കലി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ. ഇത് ക്യൂരിയസ്തോ എന്ന് പറയുന്ന ഒരു ജപ്പാൻ കമ്പനിയുടെ 4105A എന്ന് പറഞ്ഞ മോഡൽ ഡിജിറ്റൽ എർത്ത് ടെസ്റ്ററാണ്. നമുക്ക് ഈ കവർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷന് വേണ്ടിയിട്ടുള്ള പോർട്ടുകളുള്ളത്. അപ്പോൾ നമുക്ക് ഈ കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇവിടെ കറക്റ്റ് പോർട്ടുകൾ. ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളർ പോർട്ടുണ്ട്, പി എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്, അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഒരു റെഡ് കളറായിട്ടുള്ള ഒരു പോർട്ടുണ്ട്. പി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സി എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടുകളാണ്. ഇനി അത് കണക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കേബിൾസ് ഇവിടെ ഉണ്ട്. റെഡ് കേബിൾ കറണ്ട് ഇലക്ട്രോഡിനുള്ളത്, യെല്ലോ കേബിൾ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡിനുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട എർത്ത് ഇലക്ട്രോഡിനുള്ള ഗ്രീൻ കളർ കേബിളാണ് ഈ കാണുന്നത്. ഇതിനെല്ലാം അത് കണക്ട് ചെയ്യേണ്ട പ്രത്യേകം കണക്റ്റേഴ്സ് ഉണ്ട്. ഒരു എൻഡിൽ അതിൽ കണക്ട് ചെയ്യേണ്ട കണക്റ്റേഴ്സാണ്, നമ്മളെ ടെസ്റ്ററിൽ കണക്ട് ചെയ്യേണ്ട കണക്റ്റേഴ്സാണ്. അതിൻ്റെ മറ്റേ ഭാഗത്ത് ഓപ്പോസിറ്റ് ഭാഗത്ത് കേബിളിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോക്കഡൈൽ ക്ലിപ്പ് കാണാൻ പറ്റും. ഈ ടൈപ്പ് ക്രോക്കഡൈൽ ക്ലിപ്പ് ഇതാണ് നമ്മളെ എർത്ത് ഇലക്ട്രോഡിലും അതുപോലെ തന്നെ ഓക്സിലറി സ്പൈക്കിലെല്ലാം കണക്ട് ചെയ്യുന്നത്. ഇതുപോലത്തെ ഓക്സിലറി സ്പൈക്ക് നമ്മൾ പറഞ്ഞു 2 ഓക്സിലറി സ്പൈക്ക് ഉണ്ടാവും. അതിൽ കണക്ട് ചെയ്യുന്നത് ഈ ക്രോക്കഡൈൽ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ്.
ഇനി നമുക്ക് കണക്ഷൻ നമ്മൾ പറഞ്ഞു ഈ 3 പോർട്ടിലും 3 കേബിൾസ് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ എന്ന പോർട്ടിലാണ് ഈ ഗ്രീൻ കളർ കേബിൾ കണക്ട് ചെയ്യുക. ഈ ഗ്രീൻ കളർ കേബിൾ കണക്ട് ചെയ്യുന്നത് നമ്മളെ എർത്ത് ഇലക്ട്രോഡിലാണ്. അതുപോലെ ഈ പി എന്ന് പറയുന്ന ഈ പോർട്ടിലാണ് യെല്ലോ കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സി എന്ന് കേബിൾ കണക്ട് ചെയ്യുന്നത് കറണ്ട് ഇലക്ട്രോഡിലാണ്, ഈ റെഡ് കേബിൾ. ഈ കാണുന്നതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട എർത്ത് ഇലക്ട്രോഡ്. ഇത് ബോറിംഗ് എല്ലാം ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അറൗണ്ട് ഒരു 10 മീറ്ററോളം ഡീപ്പിലാണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 6 to 7 മീറ്റർ മാറിയിട്ടാണ് നമ്മളടുത്ത ഒരു ഓക്സിലറി സ്പൈക്കായിട്ടുള്ള നമ്മൾ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് ഫിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സാൻഡാണ്, ചിലപ്പോൾ വാല്യൂ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടുന്ന് വീണ്ടും ഒരു 6 to 7 മീറ്റർ മാറിയിട്ട് നമ്മൾ അടുത്ത ഓക്സിലറി ഇലക്ട്രോഡ് ആയിട്ടുള്ള കറണ്ട് ഇലക്ട്രോഡ് ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോഡ് ഫിക്സിംഗ് എല്ലാം കഴിഞ്ഞു. ഇത്രയും ഒരു ലെങ്തി ആയിട്ട് ആ ലാസ്റ്റ് കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല, അത്രയും അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് ഇലക്ട്രോഡ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്കതിൻ്റെ കേബിളുകൾ കണക്ട് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഇ എന്ന പോർട്ടിൽ ഗ്രീൻ കളർ കേബിൾ കണക്ട് ചെയ്യുന്നു. ഈ കേബിളിൻ്റെ ക്രോക്കഡൈൽ ക്ലിപ്പ് വരുന്ന ഭാഗം നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട എർത്ത് ഇലക്ട്രോഡ് ഏതാണോ ആ എർത്ത് ഇലക്ട്രോഡിൽ ഫിക്സ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, എർത്ത് ഇലക്ട്രോഡിൽ ബിൽഡിങ്ങിൽ നിന്നുള്ള കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യണം. കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കണക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എർത്ത് ഇലക്ട്രോഡിൽ ഇ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നുള്ള കണക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഇതിനകത്തുള്ള പി എന്ന പോർട്ടിൽ നിന്ന് യെല്ലോ കളർ കേബിൾ നമ്മൾ കണക്ട് ചെയ്യും. ആ കേബിൾ നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓക്സിലറി ഇലക്ട്രോഡ്, ആദ്യം ഫസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓക്സിലറി ഇലക്ട്രോഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ ഓക്സിലറി സ്പൈക്കിൻ്റെ ഒരു സൈഡിൽ പ്രത്യേകം ഒരു ഏരിയ ഉണ്ട് നമുക്ക് ക്രോക്കഡൈൽ ക്ലിപ്പ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ് കണക്ഷൻ കഴിഞ്ഞ് ഇനി തേർഡ് കണക്ഷൻ സി എന്ന് പറഞ്ഞ പോർട്ടിൽ ആ റെഡ് വയർ കണക്ട് ചെയ്യുന്നു. അത് കുറച്ച് ലെങ്തി ആയിരിക്കും ആ വയർ, കാരണം നമ്മൾ ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 10 to 15 മീറ്റർ കൂടുതൽ ലെങ്തി ആയതുകൊണ്ട് തന്നെ ഈ റെഡ് കേബിൾ അത്യാവശ്യം ലെങ്ത് ആയിരിക്കും. ഈ ഒരു കേബിൾ നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ഓക്സിലറി സ്പൈക്കിലും കണക്ട് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അത് വാല്യൂ ടെസ്റ്റ് ചെയ്യുന്ന മുന്നേ ആയിട്ട് എർത്ത് റെസിസ്റ്റൻസിന് മുന്നേ ആയിട്ട് നമുക്ക് എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യണം. കാരണം ഈ എർത്തിൽ എന്തെങ്കിലും വോൾട്ടേജ് ഉണ്ടോ എന്ന് അറിയണം. ഈ ഒരു ഏരിയയിൽ മറ്റ് എർത്ത് ഇലക്ട്രോഡുകളുണ്ട്, അതിൽ നിന്ന് വോൾട്ടേജ് റിലീസ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നോബ് നമ്മൾ എർത്ത് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോർട്ടിൻ്റെ ഹൈ എർത്ത് വോൾട്ടേജ് അതിലിട്ടതിന് ശേഷം നമുക്ക് വാല്യൂ നോക്കാം. ഇപ്പോൾ 0 വോൾട്ടാണ്, ഇവിടെ എർത്തിൽ വോൾട്ടൊന്നുമില്ല, ഇവിടെ ഓക്കെ. 0 to 3 വോൾട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3 വോൾട്ടിന് മുകളിൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് പ്രോപ്പറായിട്ട് വാല്യൂ കിട്ടില്ല. ചിലപ്പോൾ ഇതുപോലത്തെ വാല്യൂ കാണിക്കും 1.7, 1.3, 3ൻ്റെ താഴെ വാല്യൂ കാണിക്കും, അത് ഓക്കെയാണ്. ഇതിങ്ങനെ വരാൻ കാരണം ഇതിൻ്റെ അടുത്ത് മറ്റെന്തെങ്കിലും ഇലക്ട്രോഡുകളിലൂടെ പവർ സപ്ലൈ ലീക്ക് ആവുന്നതുകൊണ്ടാണ്. അടുത്തായിട്ട് നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെലക്ടർ നോബ് 20 ഓം എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് സെലക്ട് ചെയ്ത് വെക്കണം. ഇവിടെ 20 ഓം അതുപോലെ തന്നെ 200, 2000 എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് ലോ വാല്യൂ ആണ് വേണ്ടത്, ലോ വാല്യൂ ആണ് വരിക, അതുകൊണ്ടാണ് 20 ഓമിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശേഷം ഇവിടെ പ്രസ് ടു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുന്ന സമയത്താണ് അത് വോൾട്ടേജ് റിലീസ് ആവുകയും നമുക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വാല്യൂ ഈ ഡിസ്പ്ലേയിൽ കാണുകയും ചെയ്യുക. സോ നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ LED കാണാം. അത് LED വോൾട്ടേജ് റിലീസ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ സിഗ്നലാണ്. സോ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം 1.13 ഓം എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നു. സോ ഇത് ആക്സെപ്റ്റബിൾ വാല്യൂ ആണ്. നമുക്ക് 1 ഓമിൻ്റെ താഴെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇപ്പോൾ അറൗണ്ട് 1 something ആണ്. നമുക്ക് അറിയാം ഒരു ഡ്രൈ സാൻഡ് ആയതുകൊണ്ടാണ്. നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് 1 ഓമിൻ്റെ താഴെ വാല്യൂ കിട്ടും. ചില സമയങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡിസ്പ്ലേ കാണിക്കും. ഇത് മീൻ ചെയ്യുന്നത് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അത് നമ്മൾ ഒന്നുകിൽ നമ്മളെ കണക്ഷൻസ്, വയറിൻ്റെ കണക്ഷൻസിൻ്റെ പ്രോബ്ലം ആയിരിക്കും, ലൂസ് കണക്ഷൻ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ടെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടെസ്റ്റ് സ്പൈക്കുകളിൽ അത് പ്രോപ്പറായിട്ട് ഭൂമിയിൽ ഫിക്സ് ആയിട്ടുണ്ടാവില്ല. ഒന്നുകിൽ അതിൻ്റെ കണക്ഷൻസ് ഒന്നെല്ലാം മാറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ആ ഓക്സിലറി സ്പൈക്ക് മാറ്റിയിട്ട് മറ്റൊരു ഏരിയയിൽ ഓക്സിലറി സ്പൈക്ക് വെച്ച് ടെസ്റ്റ് ചെയ്ത് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വാല്യൂ കിട്ടുന്നതായിരിക്കും.